സ്വന്തം നിശ്ചയിച്ചാണ് ഞാനിപ്പം നമുക്ക് ഞായറാഴ്ച വിഷു ആണല്ലോ അപ്പം ഞങ്ങളുടെ ചെറുതിലെയുള്ള വിഷുവിൻ്റെ ഒരു കാര്യം പറയാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ വിഷു എങ്ങനെ, ഞങ്ങൾ 4 മക്കളാണ്, 3 പെൺപിള്ളേരും ഒരു ആണുമാണ്. ഒരു ആങ്ങളയാണ് ഞങ്ങൾക്കുള്ളത്. ഏറ്റവും ഇളയതാണ് ആങ്ങള. അവരൊക്കെ നാട്ടിലാണ്. അപ്പോൾ നമ്മുടെ വിഷു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, കൃഷ്ണനെയൊക്കെ വെച്ച് കണിയൊക്കെ ഒരുക്കി കൃഷ്ണനെ കണ്ണടച്ച് വന്ന് കാണുക, അപ്പോൾ എല്ലാവരും വിഷു കൈനീട്ടം തരും എന്നൊക്കെ നമുക്ക് കേട്ടറിവുണ്ട്. പക്ഷെ നമ്മളുടെ വീട്ടിൽ കണി ഒരുക്കാൻ അങ്ങനെയുള്ള വീടുകൾ ധാരാളം ഉണ്ടായിരിക്കും കേട്ടോ. കൃഷ്ണൻ്റെ ഒരു ഫോട്ടോ പോലും വാങ്ങിക്കാനായിട്ട് നമുക്കന്ന് കഴിവുണ്ടായിരുന്നില്ല. അപ്പോൾ ചിലപ്പോൾ മറ്റുള്ളവരുടെ വീട്ടിൽ നമ്മളിവിടെ അന്ന് ചായക്ക് കടിയുണ്ടാവും. വിഷുവിൻ്റെ ഒന്നും ഓണത്തിനൊക്കെ ചായക്ക് കടിയുണ്ടാവും, അല്ലെങ്കിൽ ചായക്ക് കടിയൊന്നും ഉണ്ടാവാറില്ല. ചായക്ക് കടിയുണ്ടാവും, ചോറിന് നല്ല കറികളുണ്ടാവും. അല്ലെങ്കിലും കറികളൊക്കെ ചില ദിവസമൊക്കെ ഉണ്ടാകും, ചില ദിവസം ഉണ്ടായില്ലാത്തത്, ചില ദിവസമൊക്കെ മീൻ കറിയൊക്കെ ഉണ്ടാവും. അപ്പം ഇത് വിഷുവിനും ഓണത്തിനും നമുക്ക് അറിയാം, ഇന്ന് കറി ഉണ്ടാവും, ഇന്ന് പുട്ടും കടലയൊക്കെ കഴിക്കാം എന്നൊക്കെ. അപ്പോൾ വിഷു വരുമ്പോഴത്തേനും എല്ലാവരും കൃഷ്ണനെയൊക്കെ വെച്ച് വെള്ളരിക്കയൊക്കെ വാങ്ങിച്ച് ഫ്രൂട്ടൊക്കെ വെച്ച് അതൊക്കെ നമുക്കിങ്ങനെ സിനിമയിലൊക്കെ കാണുന്നതാണ്. അല്ലാതെ എൻ്റെ വീട്ടിൽ അങ്ങനെ ഒരുക്കി ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. എൻ്റെ വീട് ചക്കരപ്പറമ്പായിരുന്നു. ഇപ്പം ഞങ്ങൾ ഇരുവര് തൃപ്പൂണിത്തുറ താമസിക്കണം. ചക്കരപ്പറമ്പ് വീട്ടിൽ വെച്ചിട്ട് കണി ഒരുക്കണത് എൻ്റെ ഓർമ്മയിൽ പോലും ഇല്ല കേട്ടോ. അപ്പോൾ അപ്പുറത്തൊക്കെ വെച്ച് അങ്ങനെ കണ്ടേക്കണതാണ്. പൂവിടുന്നതും അങ്ങനെ തന്നെയാണ്, ഓണത്തിനും അങ്ങനെ തന്നെയാണ്. അപ്പം ഇങ്ങനെ കണിയൊക്കെ വെച്ച് അങ്ങനെ ഒരു ഓർമ്മ. പിന്നെ വിഷുക്കൈ നീട്ടമെന്ന് പറയാനായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ആരും തരാറൊന്നുമില്ല. എന്നുവെച്ചാൽ ആരുടെയും കയ്യിലില്ലല്ലോ. പിന്നെ തന്നത് 1 രൂപയൊക്കെ, 1 രൂപ അങ്ങനെയൊക്കെയാണ് തന്നത്. അപ്പോൾ ചിറ്റയുണ്ട് കൊച്ചിയിൽ. ചിറ്റ ഇപ്പോൾ മരിച്ചുപോയി. ചിറ്റ ക്യാൻസറായിട്ട് മരിച്ചുപോയി. അപ്പോൾ ചിറ്റ വരുമ്പോഴത്തേക്കും ചിറ്റ 2 രൂപ തരും. പിന്നെ എൻ്റെ വിഷുവിൻ്റെ ഒരു ഓർമ്മയിൽ ഞങ്ങൾക്ക് 11 രൂപ വെച്ചിട്ട് ഒരു ഉഷ എന്നാണ് ആ ചേച്ചിയുടെയൊക്കെ പേര്. ആ ചേച്ചിയുടെ അച്ഛൻ അവർ ബോംബെക്കാരാണ്. അപ്പോൾ അവർ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് വന്ന് താമസം തുടങ്ങി. അപ്പോൾ ആ വർഷം വിഷു വന്നപ്പോഴത്തേനും അവരുടെ അച്ഛൻ ഞങ്ങളുടെ വീട്ടിൽ വന്നു ചേച്ചി. അപ്പോൾ അവരുടെ അച്ഛൻ ഞങ്ങൾക്ക് എല്ലാവർക്കും 11 രൂപ വെച്ച് തന്നു. അത് ഭയങ്കര സന്തോഷമായിരുന്നു. എന്താ വെച്ചാൽ ആദ്യമായിട്ടാണ് 11 രൂപ ഞങ്ങൾക്ക് വിഷു കൈനീട്ടം കിട്ടുന്നത്. പിന്നെ അല്ലാത്ത ദിവസമൊക്കെ നമ്മൾ ഈ ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേക്കും ഞാൻ അമ്മേനോട് ചോദിക്കും, അമ്മ രാത്രി ഫുഡുണ്ടാ എന്ന് ചോദിക്കും ഞാൻ. അപ്പം അമ്മ പറയും, എൻ്റെ നിശ്ചയം നീ ഉച്ചക്ക് കഴിക്കുക എന്നിട്ടല്ലേ രാത്രി എന്ന് പറയും. പക്ഷേ ഈ നല്ലൊരു ദിവസമൊക്കെ വരുമ്പോഴത്തേനും നമുക്കറിയാം ഇന്ന് രാത്രിയും ഫുഡ് ഉണ്ടാകുമെന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്താണെന്ന് വെച്ചാൽ ഉച്ചക്ക് തിന്നാലും രാത്രി ഉണ്ടല്ലോ എന്നുള്ള സന്തോഷമാണ്. അല്ലെങ്കിൽ എനിക്ക് രാത്രി ഉണ്ടാകുന്ന അറിഞ്ഞിട്ട് വേണം ഉച്ചക്ക് കഴിക്കാൻ, അല്ലെങ്കിൽ എനിക്ക് ടെൻഷനാണ്. അതെനിക്ക് ഇപ്പം പക്ഷെ അതിൻ്റെ ടെൻഷൻ്റെ ആവശ്യമില്ല. എന്നാലും ഞാൻ വൈകുന്നേരം എന്ത് കറി ഉണ്ടാക്കും, അങ്ങനെ ഒരു ഇതാണ്. അതെല്ലാവർക്കും ഉണ്ടായിരിക്കും. ഞാനിപ്പോഴും അങ്ങനെ പിന്നെ കർക്കിടക മാസം വരുമ്പോഴത്തേനും ഭയങ്കര പേടിയാണ്. എന്താ വെച്ചാൽ ഭയങ്കര കൊടും പട്ടിണിയുള്ള സമയം. അതിപ്പോഴും എനിക്കങ്ങനെ കർക്കിടകം വരുന്നത്. പക്ഷെ അന്ന് ഇപ്പം അങ്ങനത്തെ ഒരു പ്രശ്നമില്ല, പട്ടിണിയില്ല, ഒന്നുമില്ല. നമുക്ക് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടിട്ട് ഇന്ന് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ വാങ്ങിച്ച് കഴിക്കാനുള്ള പൈസ നമ്മൾ പണിയെടുത്ത് ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് വേണ്ടാത്തൊരു കുഴപ്പമുള്ളൂ. അപ്പോൾ എൻ്റെ വിഷുവിൻ്റെ ഓർമ്മ ഇങ്ങനെയൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കണിയൊന്നും അങ്ങനെ വെക്കാറൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് അവിടെയും അങ്ങനെ കണി വെക്കലൊന്നുമില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വേറെയൊക്കെ താമസിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും വാടകക്കാട്ടാ, സ്വന്തം വീടൊന്നും മേടിച്ചിട്ടല്ല, വാടകക്ക് താമസിക്കാനൊക്കെ തുടങ്ങിയപ്പോഴത്തേനും പിള്ളേരൊക്കെ ഒരുവിധം വലുതായി കഴിഞ്ഞപ്പോഴത്തേനും അപ്പം ഞാൻ ഒരു കൃഷ്ണൻ്റെ ഫോട്ടോയൊക്കെ വെച്ച് കണിയൊക്കെ വെക്കുമായിരുന്നു ഞാൻ നാട്ടിൽ വെച്ച്. ഇപ്പം ഇവിടെയും കണിയൊക്കെ വെക്കും. നല്ല രീതിയിലൊക്കെ വിഷു ഇപ്പോഴാണ് ഇതാക്കണത്. അല്ലാതെ പണ്ട് നമ്മൾ ഈ വിഷു എന്നൊക്കെ പറയണത് നമുക്ക് എൻ്റെ ഒരു ഓർമ്മയിൽ രാവിലെ ചായയും കടിയുണ്ടാകും, ഉച്ചക്ക് ചോറ് കഴിക്കുക, രാത്രിയും ചോറുണ്ടാകും. ആ ഒരു പ്രതീക്ഷയാണ് വിഷുവിന്. അല്ലാതെ കണി കാണൽ വിഷു കൈ നീട്ടം കിട്ടും. പിന്നെ വിഷു കൈ നീട്ടം ഇങ്ങനെ 1 രൂപയാണെങ്കിലും 2 രൂപയാണെങ്കിലും ചിറ്റ 2 രൂപ വെച്ച് തരും. ബാക്കി ഇളയച്ചന്മാരൊക്കെ ചിലപ്പോൾ 1 രൂപയൊക്കെ വെച്ച് തരും. ആകെ കിട്ടുന്നത് ചിലപ്പോൾ 5 രൂപ 4 രൂപ അങ്ങനെയൊക്കെ ആയിരിക്കും വിഷു കൈ നീട്ടം ഞങ്ങൾക്ക് കിട്ടാറ്. ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങനെയല്ലല്ലോ.
അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു വിഷുവാണ് എൻ്റെ ഒരു ഓർമ്മയിൽ. പക്ഷേ എന്നാലും ഭയങ്കര സന്തോഷമാണ്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും വലിയ എൻ്റെ ഒരു ദൈവം നമുക്ക് അറിഞ്ഞു തരണതാണ് നമ്മളുടെ അച്ഛൻ, നമ്മുടെ അമ്മ, ചേച്ചി, അനിയത്തി, അനിയൻ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മക്കൾ എന്നൊക്കെ പറയില്ലേ, അതേപോലെ തന്നെ നല്ലൊരു സ്നേഹമുള്ളൊരു അനിയത്തിയാണ്, ചേച്ചിയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ ഒരു പ്രാർത്ഥനയും അത് തന്നെയാണ്. എത്ര പട്ടിണിയാണെങ്കിലും ദാരിദ്ര്യമാണെങ്കിലും എനിക്ക് ഭയങ്കര കരച്ചിൽ വരണം. അതാണ് ഞാൻ ആ ഒരു സൗണ്ട്. എത്ര പട്ടിണിയാണെങ്കിലും എന്താണെങ്കിലും കുഴപ്പമില്ല, എനിക്ക് എൻ്റെ വീട്ടിൽ തന്നെ അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ, അങ്ങനെയൊന്നുമില്ല എന്നാലും പറയുകയാണ്, ജന്മം ഉണ്ടെങ്കിൽ എനിക്ക് ഇവിടെ തന്നെ ജനിക്കണം. എൻ്റെ ചേച്ചിയുടെ അനിയത്തിയായിട്ട്, എൻ്റെ അനിയത്തിയുടെ ചേച്ചിയായിട്ട്, എൻ്റെ ആങ്ങളുടെ പെങ്ങളായിട്ട്, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മകളായിട്ട് ഒക്കെ ജനിക്കണം. പിന്നെ എൻ്റെ 2 മക്കളുണ്ട്. എനിക്ക് അതുപോലെ തന്നെ 2 മക്കളെയും തരണം. പിന്നെ ചേച്ചിയുടെ മക്കൾ, അനിയത്തിയുടെ മക്കൾ, ആങ്ങളുടെ മക്കൾ എല്ലാവരും ഭയങ്കര സ്നേഹമാണ്. അത് ചിലപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യണം കൊണ്ടായിരിക്കും. പിള്ളേരും പരസ്പരം ഭയങ്കര സ്നേഹവും കാര്യങ്ങളാണ്. അത് തല്ലും പിടിക്കോട്ടോ, എല്ലാവരോടും തല്ല് പിടിക്കും, പക്ഷെ എന്നാലും ഭയങ്കര സ്നേഹവുമാണ്. അപ്പം എൻ്റെ വിഷുവിൻ്റെ ഓർമ്മയെന്ന് പറയുന്നത് ഇതാണ്. എന്ന് വെച്ചാൽ രാവിലെ ചായയും കടിയും കഴിക്കുക, ഉച്ചക്ക് ചോറ് കഴിക്കുക, നന്നായിട്ട് നല്ല കറിയൊക്കെ കൂട്ടി. ഇതാണ് എൻ്റെ വിഷുവിൻ്റെ പണ്ടത്തെ ഓർമ്മകൾ. പറഞ്ഞു വന്നപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞതന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വിഷു ഒക്കെ നന്നായിട്ട് ആഘോഷിക്കുക. ഇല്ലാത്തവന് നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊടുത്ത് സഹായിക്കുക. അപ്പോൾ ചോദിക്കും ചേച്ചിക്ക് കൊടുക്കാൻ പാടില്ല, ചേച്ചിക്ക് സഹായിക്കൂടെ. എൻ്റെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവർക്ക് നല്ലൊരു വിഷു ഒരിക്കൽ കൂടി ആശംസിക്കണം. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് വിഷു ആഘോഷിക്കട്ടെ. എല്ലാ കുഞ്ഞുമക്കൾക്കും എൻ്റെ പേരിൽ വിഷു ആശംസകൾ. എല്ലാവർക്കും ഹാപ്പി വിഷു, അഡ്വാൻസ് ഹാപ്പി വിഷു. വിഷു ഞായറാഴ്ചയാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു ദിവസം മുന്നേ നിങ്ങളോട് എല്ലാവരോടും വിഷു ആശംസകൾ അറിയിക്കണേണ്. ഓക്കെ, താങ്ക് യു. എൻ്റെ ചാനൽ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.